നമസ്കാരം, എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് വിഷു അല്ലേ, നമുക്ക് കുറച്ച് വിഷുക്കണികൾ കണ്ടാലോ? ഇന്ന് നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിലെ വിഷുക്കണികളാണ്. നെൽവയലുകൾ കൊണ്ടും കാർഷിക വിളകൾ കൊണ്ടും സമൃദ്ധമായ ഈ കേരളം ഒരു കാലത്ത് പ്രകൃതി രമണീയമായി തന്നെ വിഷുക്കണി ഒരുക്കിയിരുന്ന വസന്തകാലമാണ് മേടമാസം 1. വിഷുക്കാലമല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. പെരുമ്പിള്ളിച്ചിറ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന വിഷുക്കണി കാഴ്ചകൾ. വിഷുക്കാലമെത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടിത്തരിക്കും. ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. പുലർച്ചെ കുളിർ കാറ്റു വീശി പറക്കും. വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണലുക്കിട്ടമേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം. വിഷുദിനം പുലർച്ചെ 5:30 മുതൽ തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കണ്ണനെ കാണുന്നതിനും വിഷുക്കണി കാണുന്നതിനും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. എൻ താലി നിൻ താലി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എവിടെന്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു. എവിടെന്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ. മഴ എല്ലാ മലയാളികൾക്കും വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവമെവിടെയോ മായുമ്പോഴെവിടെ നിന്നെവിടെ നിന്നണയുന്നു. വീണ്ടുമെൻ ചുണ്ടിലും മഞ്ഞ തൻ മധുരസ്മിതങ്ങൾ. തളിരിന്റെ കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വിഷുക്കണി ഒരുക്കങ്ങൾ. കൈലാസത്തിൽ മഹാശിവൻ പ്രത്യക്ഷപ്പെട്ട രീതിയിലായിരുന്നു വിഷുക്കണി ഒരുക്കിയിരുന്നത്. രാവിലെ മുതൽ വൻ ഭക്തജനത്തിരക്കായിരുന്നു ഈ വിഷുദിനത്തിൽ. മഹാശിവനെ കാണാൻ വളരെ ഭക്തിസ്വായികമായ അന്തരീക്ഷമായിരുന്നു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ആശംസിക്കുന്നു. ഭഗവാന്റെ കൃപാകടാക്ഷം എപ്പോഴും ഉണ്ടാവട്ടെ. എല്ലാവരും കൂടെ തന്നെ ഭഗവാൻ എപ്പോഴും ഉണ്ടാവട്ടെ. നമസ്കാരം. വീണ്ടും നല്ലൊരു വിഷു ആശംസിക്കുന്നു. വിലാസം എവിടെ നിന്നെവിടെ നിന്നണയുന്നു. മേട വിഷു സംക്രമ പുലരിയോ കുളിർ കോരിയെത്തുന്നു കണി കാണുവാൻ ഭാവി ഗുണമേകുവാൻ. കുഞ്ഞു നയനങ്ങൾ എന്നെയോർത്തെന്നേമ പൂട്ടി ഉണരാതെയുണരുമ്പോഴും മിഴി തുറക്കാതെ ഇത്തിരി ഇത്തിരി തുറന്നാലും ആരുമതു കാണാതെ കണി കാണുവാൻ കാത്തിരിക്കുന്നിതവരുടെ ഗുണത്തിനായി ഞാൻ മഞ്ഞയണിയുന്നു. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി. എനിക്കാവതില്ലേ പല വർണ്ണമാകാൻ. കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എനിക്കാവതില്ലേ.
പല വർണ്ണമാകാൻ. വധുവിനെയൊരുക്കാനെടുക്കുന്ന മഞ്ഞൾ നിറത്തിൽ നിറയ്ക്കുന്ന ശൃംഗാരവർണ്ണം, കടക്കണ്ണെറിഞ്ഞാൽ പിടിച്ചിങ്ങെടുക്കാൻ ധരിക്കുന്ന വ്യാമോഹതാരുണ്യവർണ്ണം, കല്യാണമന്ത്രം പൊഴിക്കുന്ന വർണ്ണം, കളകളം പാടിക്കുണുങ്ങുന്ന വർണ്ണം, താനേ മയങ്ങിത്തിളങ്ങുന്ന വർണ്ണം, വേറുള്ളതെല്ലാം തിളക്കുന്ന വർണ്ണം, പകൽ നേർത്തു നേർത്തി കടൽമാല ചാർത്തു. കൈലാസനാഥൻ എന്നറിയപ്പെടുന്ന അണ്ണാമലനാഥ ക്ഷേത്രത്തിൽ വിഷുക്കണി ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞതായിരുന്നു. എല്ലാവർക്കും വിഷു ആശംസകൾ. എല്ലാ ആളുകൾക്കും ധനധാന്യ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേരുന്നു. ചുവപ്പിൻ അകമ്പടി വർണ്ണം, 12 സൂര്യന്റെ കിരണങ്ങൾ മേഘപ്പരപ്പാലരിച്ചതു 13 പൗർണമിയിലാറ്റിക്കുറുക്കി പൊടിച്ചെങ്ങുമെന്നും തിളങ്ങുന്ന വർണ്ണം, ആവർണ്ണരേണുക്കൾ മിന്നിത്തിളങ്ങുന്നൊരെന്മേനി പൊന്മേനി പൂമേനിയല്ലേ, ആവർണ്ണരേണുക്കൾ മിന്നിത്തിളങ്ങുന്നൊരെന്മേനി പൊന്മേനി പൂമേനിയല്ലേ, കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ. നാഗരാജാവിനെ കണ്ടു വിഷുക്കണി തൊഴാൻ പുതുക്കുളം നാഗരാജ ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്കായിരുന്നു. കണിക്കൊന്നയല്ലേ, വിഷുക്കാലമല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ. എല്ലാ മാന്യപ്രേക്ഷകർക്കും നാട്ടുരാജ്യ ന്യൂസിൻ്റെ വിഷു ആശംസകൾ.